ഫലം റദ്ദാക്കിയ ഹൈക്കോടതി വിധിക്കെതിരെയുള്ള ഹർജി സുപ്രീംകോടതി പരിഗണിക്കുകയാണ്. മാറ്റം വരുത്തിയത് എന്ന് എതിർവാദം വന്നിട്ടുണ്ട്. പഴയ രീതി പ്രകാരം CBSE കൂടുതൽ പരിഗണന നൽകുന്നു എന്ന് ഹർജിക്കാർ ഒരു വിദ്യാർത്ഥികളെയും ബാധിക്കാത്ത രീതിയിലാണ് സംസ്ഥാന സർക്കാർ തീരുമാനമുണ്ടായതെന്നും ഹർജിക്കാർ പറയുന്നുണ്ട്. പുനഃക്രമീകരിച്ച റാങ്ക് പട്ടിക പുറത്തിറങ്ങിയെന്ന് എതിർവാദം വരുന്നുണ്ട്. ആദ്യ റാങ്ക് പട്ടികയിൽ മുൻപിലുണ്ടായിരുന്ന കേരള സിലബസ് വിദ്യാർത്ഥികൾ രണ്ടാമത്തെ പട്ടിക വന്നപ്പോഴേക്കും അവർ പിന്തള്ളപ്പെട്ടുവെന്നാണ് ഹർജിക്കാർ പറയുന്നത്. ഹർജി നാളെ പരിഗണിക്കാമെന്നാണ് ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. സംസ്ഥാന സർക്കാർ അപ്പീൽ നൽകുമോ എന്നും സുപ്രീം കോടതി ചോദിച്ചിട്ടുണ്ട്. ആർ അച്യുതൻ വിശദാംശങ്ങളുമായി ചേരുന്നു. അച്യുതൻ, ഗുഡ് ആഫ്റ്റർനൂൺ. ഇപ്പോൾ ഈ വിഷയത്തിൽ സുപ്രീം കോടതി ഈ കേസ് പരിഗണിച്ചു. ഇനി നാളത്തേക്ക് അത് മാറ്റിവെച്ചു. എന്തൊക്കെ ചോദ്യങ്ങളാണ് സുപ്രീം കോടതി ചോദിച്ചിരിക്കുന്നത്? അതുപോലെ തന്നെ ഈ ഹർജിക്കാരുടെ ഒരു വാദവും മറുവാദവും എന്താണ്? കൃഷ്ണ, ഈ ജസ്റ്റിസ് PS നരസിംഹയുടെ ബെഞ്ചാണ് ഈ കീം പരീക്ഷാ ഫലം റദ്ദാക്കിയ ഹൈക്കോടതി വിധിക്കെതിരായുള്ള ഹർജികൾ ഇന്ന് പരിഗണിച്ചത്. ഇത് പരിഗണിച്ച ഘട്ടത്തിൽ തന്നെ എതിർവാദമായി ഉന്നയിച്ചത്, അതായത് ഹർജിക്കാർക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നത്, ഈ പരീക്ഷാ ഫലത്തിന് ഒരു മണിക്കൂർ മുൻപാണ് സർക്കാർ ഇത്തരമൊരു മാറ്റം വരുത്തിയത് എന്നുള്ളതാണ്. അത് ഉന്നയിക്കുകയുണ്ടായി. എന്നാൽ ഹർജിക്കാർ ഉന്നയിച്ചത് ഈ പഴയ രീതി പ്രകാരം, ആ ഫോർമുല പ്രകാരം അതിലൊരു മാറ്റം വരുത്തിക്കൊണ്ട് പുതിയ രീതിയിലേക്ക്, ഒരു മാർക്ക് ഏകീകരണ രീതിയിലേക്ക് എത്താനായിരുന്നു ശ്രമിച്ചത്, ആ രീതിയിലേക്ക് കൊണ്ടുവരാനായിരുന്നു ശ്രമിച്ചതെന്നായിരുന്നു ഹർജിക്കാർ ഉന്നയിച്ചത്. ഒരു വിദ്യാർത്ഥികളെയും ബാധിക്കാത്ത രീതിയിലാണ് സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനമുണ്ടായത് എന്നും ഹർജിക്കാർ അറിയിക്കുകയുണ്ടായി. എന്നാൽ പുനഃക്രമീകരിച്ച റാങ്ക് പട്ടിക പുറത്തിറങ്ങി അതിൻ്റെ അടുത്ത പ്രവേശന നടപടികളിലേക്ക് കടന്നിട്ടുണ്ട് എന്നതായിരുന്നു വീണ്ടും ഹർജിക്കാർക്കെതിരെ കോടതിയിൽ എതിർവാദമായി അത് ഉന്നയിച്ചത്. ആദ്യ റാങ്ക് പട്ടികയിൽ മുൻപിലുണ്ടായിരുന്ന ഒരുപാട് കേരള സിലബസ് വിദ്യാർത്ഥികൾ രണ്ടാമത്തെ പട്ടിക പുറത്തുവിട്ടപ്പോൾ ഏറെ പിന്തള്ളപ്പെട്ടു, റാങ്ക് ലിസ്റ്റിൽ നിന്ന് അവർ ഏറെ താഴെ പോയി എന്നത് ഹർജിക്കാർ ഉന്നയിക്കുമുണ്ട്. എന്തായാലും നിലവിൽ സുപ്രീം കോടതി ഈ കേസ് നാളെ പരിഗണിക്കാം എന്ന് അറിയിച്ചിട്ടുണ്ട്. അതിൽ പറയുന്നത് സംസ്ഥാന സർക്കാർ ഒരു അപ്പീൽ നൽകുമോ എന്ന കാര്യമാണ് ഇപ്പോൾ സുപ്രീം കോടതി ചോദിച്ചിരിക്കുന്നത്. അതായത് സർക്കാർ കൊണ്ടുവന്ന ഒരു മാറ്റമാണ്. അപ്പോൾ സർക്കാർ ഇതുവരെ പരമോന്നത കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചിട്ടില്ല എന്നതാണ് നേരത്തെ പുറത്തു വന്നത്. ഇനി ഒരു പക്ഷേ ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ കൂടി സുപ്രീം കോടതിയെ സമീപിക്കുമോ എന്നാണ് കോടതി ഇന്ന് ചോദിച്ചിരിക്കുന്നത്. എന്തായാലും ഹർജി നാളെ പരിഗണിക്കാം എന്നാണ് സുപ്രീം കോടതി അറിയിച്ചിരിക്കുന്നത്. കൃഷ്ണ, വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്ന് ആർ അച്യുതൻ. വിശദാംശങ്ങളുമായി അച്യുതൻ തുടരുകയാണ്. അച്യുതൻ, കോടതി ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ അപ്പീൽ നൽകുമോ എന്നതാണല്ലോ. അപ്പോൾ ഈ കേരള സിലബസ് വിദ്യാർത്ഥികൾ അവർക്ക് അർഹിക്കുന്ന പരിഗണന രണ്ടാമത് ലഭിക്കുന്നില്ല, അവരുടെ കാര്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു തുടർന്നുള്ള അഡ്മിഷൻ കാര്യത്തിലൊക്കെ. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാർ ഏത് നിലപാടായിരിക്കും സ്വീകരിക്കുക? തീർച്ചയായിട്ടും കൃഷ്ണ, ഈ ഹർജി നൽകുന്ന സമയത്ത് തന്നെ ഹർജിക്കാർ ആവശ്യപ്പെട്ടിരുന്നത് ഇതിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പിന്തുണ കൂടി ലഭിക്കണം എന്നതാണ്. കാര്യം ഈ പുതിയ ഫോർമുല കൊണ്ടുവരുന്നതും കേരള സിലബസിലെ വിദ്യാർത്ഥികളെ കൂടി പരിഗണിച്ചുകൊണ്ട് അവർക്ക് കൂടി ഇത്തരത്തിൽ പട്ടികയിൽ ഒരിടം ലഭിക്കുന്ന തരത്തിലേക്ക് ആ മാറ്റങ്ങൾ കൊണ്ടുവന്നതും സർക്കാരായിരുന്നു. പക്ഷേ ആ തീരുമാനമാണ് ഹൈക്കോടതി റദ്ദാക്കിയത്. ആദ്യ പട്ടിക റദ്ദാക്കുന്നു, തുടർന്ന് രണ്ടാമത്തെ പട്ടിക പഴയ രീതി പ്രകാരമുള്ള ഒരു പട്ടികയാണ് സർക്കാർ, റാങ്ക് ലിസ്റ്റാണ് പുറത്തുവിട്ടത്. അതിലേക്ക് വരുമ്പോൾ ഏറെ വിദ്യാർത്ഥികൾ, അതായത് പല വിദ്യാർത്ഥികളും അറിയിച്ചത് അവർ ആദ്യ പട്ടികയിൽ അവർക്ക്